മേഘ്ന രാജ് പറഞ്ഞു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ ഗ്ലാമറസ് ആവണമെന്ന്. ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടും ഗ്ലാമർ ചെയ്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ സെയിം സൈക്കിള് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നാരും കൊടി പിടിച്ചിട്ടില്ല. ഇന്ന് എന്തുകൊണ്ട് കൊടി പിടിക്കുന്നു? ഇവിടെ ഈ കേരളത്തിൽ ചെയ്താൽ മാത്രമേ അതിന് ഗ്ലാമർ എന്ന് വരുള്ളൂ. വെളിയിൽ ചെന്നിട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സ്റ്റൈലിഷ്, വാവ് ഷീസ് സോ സെക്സി ഹോട്ട് എന്നൊക്കെ പറയാം. വിദ്യാബാലൻ ചെയ്തപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചെയ്താൽ എന്താ അവള് കാണിച്ചേക്കുന്നത്? ഈ ഒരു മെന്റാലിറ്റി മാറണം. റോളിന്റെ പ്രപ്പോസൽ വരുമ്പോൾ തന്നെ കുറച്ച് ഗ്ലാമറസ് റോളാണ് എന്ന് പറയും, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനും ഗ്ലാമർ എന്ന് കേൾക്കുമ്പോൾ അയ്യോ എൻ്റെ മനസ്സിൽ ഗ്ലാമർ എന്നുള്ളൊരു പ്രയോഗം വേറൊരു ചിന്തയായിരുന്നു, വേറൊരു ലെവലാണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ഇതൊന്നുമല്ല, ഇതിലും മേൽ ലോകമുണ്ട്. അത് നമ്മൾ കണ്ടില്ലെങ്കിൽ, നമ്മൾ ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ നമ്മൾ മോശമാ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതെൻ്റെ കുറവാണ്, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ കുറവാണത്. എന്ത് തരം ക്യാരക്ടേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇന്ത്യയിൽ 2 ലെജൻഡ്സ് ആണ്, AR റഹ്മാൻ, സച്ചിൻ. കൂടുതൽ ഇഷ്ടം AR റഹ്മാൻ, സച്ചിൻ? ഒരാളെ സെലക്ട് ചെയ്യണം. ഒരാളെ ആയിട്ട് നമുക്ക് ഒരു കാര്യത്തിനും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ കഴിവുകൾ 2 ഡിഫറെന്റ് മേഖലയാണ്. ഒരേ കഴിവുള്ള ഒരേ മേഖലയിൽപ്പെട്ടവരാണെങ്കിൽ ഞാൻ പറയാം ശരി, സച്ചിൻ, ധോണി. സച്ചിൻ. എത്ര വർഷമായി ആണോ? എന്റെ കുട്ടിക്കാലം മുതലേ കാണുന്ന ഒരേ ഒരു മുഖം സച്ചിനാ. ഷാറുഖ് ഖാൻ, അമീർ ഖാൻ. ഷാറുഖ് ഖാനെ ഇഷ്ടമാണ്. ബട്ട് ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ആക്ടിംഗ് ആണ് രണ്ടുപേരുടെയും. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ കാര്യമായിട്ട് ഒരു പ്രോജക്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. Is that true? Yeah, true. നോ പറയാറുണ്ടോ സിനിമ എടുത്ത്? നോ, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയാറുണ്ട്. അല്ലാണ്ട് നോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയാറില്ല. പറയാറുണ്ട്, റിജക്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്കിഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റോറി ആയിരിക്കാം. ഞാൻ എന്റെ കാര്യം നോക്കിയാ പോരെ. സോ എനിക്കിഷ്ടമായില്ല, ഞാൻ ചെയ്യില്ല. അതിപ്പോ ഏത് മൂവി ആണെങ്കിലും അങ്ങനെ. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊക്കെ മേടിച്ചോ എന്ന് ചോദിക്കണം, അല്ല മേടിച്ചോ എന്ന് പറയണം. സ്വന്തം പൈസ കൊണ്ട് ഇൻഡസ്ട്രിയിൽ വന്നു, എന്തൊക്കെ മേടിച്ചു? കാർ മേടിച്ചോ? എത്ര ലക്ഷം രൂപയുടെ? എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? ശരി, വീട്, ഫ്ലാറ്റ് ഇപ്പൊ നോക്കുന്നുണ്ട്. മേടിച്ചിട്ടില്ല? കൊച്ചിയിൽ നോക്കുന്നുണ്ട്. കൊച്ചിൻ സിറ്റിയിലെ ഏതെങ്കിലും ബ്രോക്കേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്യുക. മൈഥിലി. LED TV, പ്ലാസ്മ വലുത് മേടിച്ചു. ആൻഡ് 30,000 രൂപയുടെ മൊബൈൽ ഫോൺ. അത് മൂവിയില് മൊബൈൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പേടി എന്താണ്? ഓപ്ഷൻ എ, മെസ്സേജ് നാട്ടുകാർ കാണും. ഓപ്ഷൻ ബി, എന്റെ ഫോട്ടോസ് നാട്ടുകാർ കാണും. ഫോട്ടോസ് മോസ്റ്റ്ലി. ആണോ? കാരണം എന്റെ ഒരു സേഫ് സൈഡ് മാത്രമേ ഞാനപ്പോൾ, എൻ്റെ സേഫ്റ്റിയേക്കാൾ കൂടുതൽ അതിലുണ്ടാകുന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, അതിനെ ഞാൻ നോക്കണം. സോൾട്ട് ആൻഡ് പേപ്പറിൽ പറയുന്ന പോലെ ഇപ്പോൾ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഡാർലിംഗ് എന്ന് മൈഥിലിയുടെ ഫോണിൽ ഒരു ആൺകുട്ടി ചോദിച്ചിട്ടുണ്ട്. നൈറ്റ് കോൾസ്, ഫ്ലേർട്ടിംഗ് നടക്കാറുണ്ടോ? നോ. നടത്തിയിട്ടുണ്ടോ ലൈഫില്? കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് വിളിച്ചിട്ടോ? നോ. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന ടൈമില് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ ഇരുന്നിങ്ങനെ വട്ടാകുന്ന, ഇപ്പൊ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ആ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സാധനം ഒരു ഇയർഫോൺ എന്റെ ചെവിയിലായിരിക്കും പറയുന്നത്. ബോയ്സിന്റെ ശ്രദ്ധയ്ക്കാണിത്, ഗേൾസ് എല്ലാം കള്ളികളാണ്. സീരിയസ്ലി ഒരു ഇയർഫോൺ എന്നിട്ട് ആ പയ്യൻ എന്തൊക്കെ പറഞ്ഞു? നത്തിങ് ബാഡ്, പക്ഷേ വലിയ കുഴപ്പമില്ല. എന്നാലും പറയണ്ടാത്തൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടി കൂട്ടുകാരി ഇങ്ങനൊരു ചതി ആ പയ്യന് കൊടുക്കോ? ഇതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഗേൾസിനെ വിശ്വസിക്കാൻ പറ്റില്ല, ബോയ്സിനെ വിശ്വസിക്കാം. ഞാൻ 2 സൈഡിൽ നിൽക്കില്ല. ഇല്ല, അതുകൊണ്ട് മൈഥിലി അറിഞ്ഞുകൊണ്ട് ഇതുപോലെ സംസാരിച്ചിട്ടില്ല ഫോണില്? ഞാൻ ഇല്ല അറിഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം അവിടെ ഇത് തന്നെ ആയിരിക്കും നടക്കുന്നത്. മൈഥിലിയോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എന്റെ ഓർമ്മയിലില്ല കേട്ടോ. പിന്നെ ഹോസ്റ്റലിലെ ഈ രാത്രികാല ഫോൺ കോൾസിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് പെൺകുട്ടികളുടെ? രസമായിരിക്കും. ഇവര് നമ്മളെ കാണിക്കാൻ വേണ്ടി ഇത് കാണിച്ചു തരാം ഇപ്പൊ എന്ന് പറഞ്ഞായിരിക്കും. ഇപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു നീ കണ്ടോ, അവൻ ഇങ്ങനൊക്കെ പറയും എന്നൊക്കെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന് ഈ കോൺഫിഡൻസ് ഇടില്ല,
സ്പീക്കറും ഇടില്ല, പകരം ഹെഡ്ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ റാഗിംഗ് സ്റ്റോറീസ് എനിക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞുതരാമോ? ഇല്ല, എന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാനതാണ് പറയുന്നത്, നമ്മൾ പാവമായിട്ട് നിൽക്കാണ്ടിരിക്കുക. എനിക്ക് ആ ടൈമിൽ ഞാൻ എറണാകുളത്തോട്ട് ഫസ്റ്റ് വന്ന ടൈമാണ്, പത്തനംതിട്ടയിൽ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മൾ മാക്സിമം പാവമായിട്ട് ഒതുങ്ങി നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ. മാക്സിമം കേട്ടാലും മിണ്ടല്ല ഒന്നും അങ്ങനത്തെ ഒരു. പക്ഷെ ഇപ്പോഴെങ്ങാണായിരിക്കണം എനിക്കൊരു ആഗ്രഹമുള്ള എന്റെ മുന്നിൽ എന്നെ അവരെ ഒന്ന് കൊണ്ടു തരണേ. എന്തോ പണി കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു ഏയ് അന്ന് കിട്ടിയ പണി അങ്ങനൊന്നും അല്ല, തറയൊക്കെ തുടപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയാ കൊറേ. തറ തുടച്ചു. ആ പിന്നെ എന്നെ തുണിയൊക്കെ അലക്കി സീനിയേഴ്സിന്റെ. ആ സീനിയേഴ്സിന്റെ എങ്ങനെ നല്ല ഭംഗിയായിട്ട് അലക്കിയോ? അതൊക്കെ അലക്കി കൊടുത്തിട്ടുണ്ട്. മൈഥിലിക്ക് ഏത് സമയത്താണ് പിന്നെ പ്രണയം വന്നത്? അതൊരു വൃത്തികെട്ട ടൈമായിരുന്നു എന്ന് മനസ്സിലായി അന്ന്. എന്റെ സമയം മോശമായിരുന്ന ടൈമിലാണ് എനിക്ക് പ്രണയം വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുക. ബ്രൈറ്റി എന്നായിരുന്നു എന്റെ പേര് എങ്കിൽ കരിയർ ബ്രൈറ്റ് ആകില്ലായിരുന്നു. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. വാട്ട് എവർ ഇറ്റ് ഈസ്. മൈഥിലി എന്നാണെങ്കിലും ബ്രൈറ്റി എന്നാണെങ്കിലും ഞാൻ എത്തേണ്ട അടുത്ത് ഞാൻ വിചാരിച്ചാൽ ഞാൻ എത്തും. പിന്നെ മൈഥിലി നാക്കേണ്ടിയിരുന്നോ? അത് അതൊക്കെ ഓരോരുത്തരെ നമ്മൾ ചില വിശ്വാസങ്ങളുണ്ടല്ലോ, ഇപ്പൊ രഞ്ജിത്ത് സാറിന്റെ ഒരു വിശ്വാസം ഞാൻ അങ്ങനെ പറയൂ. അല്ലാണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വാസം അതാണ് നമ്മളെ പീക്കിലെത്തിക്കുന്നത്. ഇപ്പൊ എന്റെ മൈഥിലി എന്നുള്ള പേര് ചേഞ്ച് ചെയ്യാനൊരു റീസൺ ഉണ്ട്. അതായത് പാലഗിരി മാണിക്യം എന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ വന്നത്. മാണിക്യം എന്ന് ബ്രൈറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ഇല്ലേ, തോന്നിയില്ലേ, ഒരു എന്തോ ഒരു ഇല്ലേ, ആ ഒരു സാധനം ഉണ്ട്. ഞാൻ എത്തേണ്ട അടുത്ത് ഞാൻ എത്തുമായിരിക്കാം, പക്ഷെ ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷനിൽ ബ്രൈറ്റി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പിടുത്തം തോന്നും. അപ്പോൾ അത് തോന്നാണ്ടിരിക്കാൻ വേണ്ടി മൈഥിലി എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും, സാധാരണക്കാർക്കാണെങ്കിലും ഏതൊരു ക്രൗഡിനും നമ്മളുടെ ആ പേര് പറയാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെയുള്ള ഇതുകൊണ്ടാണ്. സൂപ്പർ. സാരില്ല, മൈഥിലി കേൾക്കുമ്പോൾ ഒരു അഴകുണ്ട്, പറയുമ്പോൾ ഒരു അഴകുണ്ട്, കാണാൻ ഒരു അഴകുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് നടിമാർക്ക് ഒരിക്കലും ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല. Is that true? മേ ബി അവർക്കാകാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ എനിക്കറിയില്ല, ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടില്ല. മേ ബി ആകമായിരിക്കാം. ഇൻഡസ്ട്രിയിൽ റൈറ്റ് നൗ രണ്ട് നടിമാർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണോ? അപ്പൊ മൈഥിലിക്ക് മറ്റൊരു നടിയുമായിട്ട് ഭയങ്കര ഫ്രണ്ട് ആണോ? ഞാൻ ഇതുവരെ ഇൻഡസ്ട്രിയിൽ ആരുമായിട്ട് അത്ര ഫ്രണ്ട്സ് ഇല്ല, ഡീപ് ഫ്രണ്ട്സ് ഇല്ല എനിക്ക്. ഒരു നല്ല ഫ്രണ്ട് ഇല്ല ലൈഫിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇൻഡസ്ട്രിയിലെ ഒരു യങ് നടനോട് എനിക്ക് പ്രണയമുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഫാൾസ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു യങ്സ്റ്ററിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. തിരിച്ച് ഏതെങ്കിലും ഒരു യങ് ആക്ടർ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? നോ. പ്രൊപ്പോസൽ? നോ. അപ്പൊ ഉണ്ട്. നോ. മൈഥിലിയെ ആക്കുന്നത് കോൺഫിഡൻസ് ആണ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ആണോ? യെസ്. എന്താണ് മൈഥിലി ഇത്രയും കോൺഫിഡന്റ് ലൈഫിൽ? റീസൺലി ആയതാണ്. ബിക്കോസ് ഞാൻ എന്ത് കാര്യത്തിനും കരയുന്നതും, എന്ത് ചെറിയൊരു കാര്യത്തിന് വരെ കരയുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. അപ്പോൾ ദേഷ്യം, കരയുന്നത്, പക്ഷെ അതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. നടക്കേണ്ടത് നടക്കും, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. അത് നമ്മൾ വിചാരിക്കാത്ത കൊണ്ടാണെന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നത് കൊണ്ടാണ്. പിന്നെ രഹസ്യം സൂക്ഷിച്ചു വെക്കാൻ പെണ്ണുങ്ങൾക്ക് പ്രത്യേക കഴിവാന്ന് പറയുന്നുണ്ട്, ശരിയാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം എല്ലാവർക്കും ആ കഴിവുകൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ ഭയങ്കരമായിട്ട് അതായത് ഒരു കാര്യത്തിന് വേണ്ടി രഹസ്യം സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടോ നമുക്ക്? എനിക്ക് ചില കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് തന്നെ വെച്ചേക്കും, പക്ഷെ ചിലതൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു പോകും അറിയാണ്ട്. മൈഥിലിയുടെ ലൈഫിൽ മൈഥിലി ആരും തുറന്നു പറയാത്ത രഹസ്യങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു ആരുടെ അടുത്തും പറയാത്തതായിട്ടില്ല. ഇല്ലാന്ന് തോന്നുന്നു. കാരണം എല്ലാ രഹസ്യവും ഓൾമോസ്റ്റ് ഔട്ടാണ്. കാരണം അങ്ങനത്തെ ഒരു രഹസ്യ സംഭവമായിട്ട് വെക്കേണ്ട കാര്യങ്ങളൊന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒരു പെൺകുട്ടി ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് ഇൻഡസ്ട്രിയിൽ വരുമ്പോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഒരുപാട് ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ കഷ്ടപ്പാടോ അങ്ങനെ ഈ പറയുന്നതൊക്കെ ഉള്ള കഷ്ടപ്പാടുകളോ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അത് കഷ്ടപ്പാടായിട്ട് കാണുന്നതുകൊണ്ടാണ്. കഥകളും കെട്ടുകഥകളും കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു ടൈമിൽ കുറെ കരയുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് എന്ത് കേട്ടാലും കരയുക, എന്ത് കേട്ടാലും ദേഷ്യം വരിക, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യാം, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം ഇവരെടുക്കുന്ന സെൻസ് ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. ആ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്നേ വിചാരിക്കൂ, അല്ലേ? ഒരു പെൺകുട്ടി ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത്
അപ്പൊ തന്നെ നാട്ടുകാർ വളരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ലേബൽ പേരെന്നുണ്ടോ? നടിമാരുടെ പേര് നാട്ടുകാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ യൂസിങ് ഫേസ്ബുക്ക്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെത് ആരും മിസ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, ഫേസ്ബുക്കിൽ 2-3 എനിക്കറിയില്ല, എൻ്റെ പേര് തന്നെ കുറേ പ്രൊഫൈൽസ് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ഹാനികരമെന്നൊന്നും തോന്നിയില്ല അത്. അവരവരുടെ അത് ചെയ്തോട്ടെ, നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ പോരെ. എന്തെങ്കിലും ഒരു ദിവസം മൈഥിലി ഹോട്ട് എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇന്റർനെറ്റിൽ? ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? അല്ലത് കണ്ടിട്ടുണ്ട്. പാലേരി മാണിക്യം മൈഥിലി നേവൽ ഷോയിങ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പാലേരി മാണിക്യത്തിന്റെ ഫോട്ടോ. ഐ വാസ് റിയലി എൻജോയിങ്. ഇങ്ങനത്തെ, അതായത് ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനത്തെ പേരിൽ വീഡിയോസ് വരണോ? വാട്ട് യു തിങ്ക്? ഇങ്ങനെ ഇതാണ് ബേസിക്കലി മലയാളികളുടെ ഒരു കുഴപ്പം. ചിലപ്പോ നമ്മള് എടുക്കുന്ന സെൻസിലായിരിക്കില്ല അവരെടുത്തെങ്കിലോ, അങ്ങനെ ചോദിച്ചാൽ പോരെ. ഇപ്പോൾ മൈഥിലി ഹോട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് മൈഥിലി പാലേരി മാണിക്യത്തിലെ കുറച്ച് സീൻസും കുറച്ച് ഇതും അങ്ങനത്തെ സംഭവങ്ങൾ എടുത്തിട്ടാൽ ഹോട്ട് എന്നുള്ളൊരു മീനിങ് നമ്മളാണത് മീൻ ചെയ്യുന്നത്, അവരല്ല. അവർ ചിലപ്പോൾ ഏത് മീനിങ്ങിൽ ഇട്ടാലും നമ്മൾ എടുക്കുന്നവരുടെ സെൻസ് വെച്ചിരിക്കും. മൈഥിലി എന്താ ഡ്രൈവ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലെ? നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചസ് വരാറുണ്ടോ ഇൻഡസ്ട്രിയിൽ? സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളും അങ്ങനെ സംസാരിക്കില്ല. അങ്ങനെ എനിക്കിതുവരെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ചാഞ്ഞ് നിൽക്കുന്ന കൊമ്പിലെ പിടിച്ചു കയറാൻ നോക്കൂ എന്ന് പറയുന്ന ഒരു വാസ്തവമാണ്. നമ്മളെങ്ങനെ ഒരാളുടെ അടുത്ത് നിൽക്കുന്നു അത് വെച്ച് നമ്മളുടെ അടുത്ത് തിരിച്ചു. ഇപ്പോൾ ഷാൻ്റെ അടുത്ത് ഞാൻ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഷാൻ അങ്ങനെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യത്തുള്ളൂ. ആ ഒരു ഇതേ ഉള്ളൂ എല്ലാവരുടെ കേസിലും. ഇപ്പം അത് ഞാനാണെങ്കിലും എൻ്റെ അടുത്ത് ആൺകുട്ടികളാണ്, അവരുടെ അടുത്ത് ഏത് രീതിയിൽ ചെന്നാലും അവർ വിടുവോ? ഇല്ല. അത് അവരുടെ തെറ്റല്ല, നമ്മളുടെ തെറ്റാണ്. മൈഥിലി, താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം.